അപ്പോൾ നമ്മുടെ അടുത്ത ഒരു യാത്ര ഇന്ന് തുടങ്ങാം കേട്ടോ. നമുക്ക് ഇനി ഇറ്റലിക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇന്നിപ്പോൾ അടുത്ത ട്രിപ്പ് നമ്മൾ എടുക്കാൻ പോവാണ്. കാരണം നമ്മുടെ അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ ഇപ്പോൾ നമുക്ക് അപ്പുറത്തെ ട്രാക്കിൽ കൂടെ ആട്ടോ പോകണ്ടേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നമ്മൾ ആ കമ്പനിയുടെ അടുത്ത് ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു സേഫ്റ്റി പാർക്കിംഗ് ഒന്നുമില്ല. എന്ന് കാരണം നമ്മൾ റോഡിൻ്റെ ഇപ്പുറത്തുള്ള റെസ്റ്റ് ഓഫിലാണ് വണ്ടി നിർത്തിയിരുന്നത്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ ട്രാക്കിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെയോ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു യൂ ടേൺ ഒന്നും ഇവിടെ ഹൈവേകളിൽ കിട്ടത്തില്ല. നമുക്ക് ആ ഇങ്ങനെയുള്ള പാലങ്ങൾ കാണാം, അതായത് ക്രോസ് ചെയ്യാനായിട്ടുള്ള പാലങ്ങൾ കാണാം. അത് വേറെ സ്ഥലത്തോട്ടുള്ളതാണ്. നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കയറിയിട്ട് ഈ റോഡിൽ നിന്ന് എക്സിറ്റ് അടിച്ചിട്ട് അവിടെ ഏതെങ്കിലും റൗണ്ട് ബോട്ടിൽ കൂടെ കയറി ഈ പാലം വഴി വന്ന് ഇവിടെ ഈ റൗണ്ട് ബോട്ട് കാണും. റൗണ്ട് ബോട്ടിൽ കൂടെ ഇറങ്ങി ഈ എക്സിറ്റ് കൂടെ നേരെ തിരിച്ചകത്തോട്ട് വരും. എന്താ പറയുക പശ്ചാത്തി. കാരണം ഇവിടുത്തെ സിഗ്നലുകൾ ഭയങ്കര നമ്മൾ സിഗ്നൽ നോക്കണം. എന്ന് വെച്ചാൽ എല്ലാ സിഗ്നലിലും ക്യാമറാസ് കാണും. നേരെ നോക്കുക, സൈഡിലൊന്നും വണ്ടി ഇല്ലയെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ഇടുക. നമുക്ക് ഒരു ലൈൻ തീർത്തോടാൻ പറ്റും. തീർത്തങ്ങോട്ട് ഓടുക, വണ്ടിക്ക് മാക്സിമം പവർ കയറ്റിക്കൊണ്ടുവരിക, ക്രൂസിലോട്ട് മാറ്റി നേരെ ഇതാക്കി എടുക്കുക. കാരണം നമ്മുടെ വലിയ വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനറിയാം പെട്ടെന്നൊരു സ്പീഡ് കാറ് കയറുന്ന പോലെ കയറില്ല. ഇതെൻ്റെ ഒരു പ്ലാന്റിന് ആഘോഷം കേട്ടോ. അപ്പോൾ നമ്മൾ ലോഡ് എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടാ. പേപ്പർ റോഡായിരുന്നു ഇന്നത്തെ ലോഡ്. സാധനം എടുത്തുകൊണ്ട് നേരെ പോന്നു. നേരെ പോവാണ്. നമ്മുടെ ഇന്നത്തെ അങ്കമ്പട്ട് തുടങ്ങുക. 1500 കിലോമീറ്റർ ഉണ്ട് അറൗണ്ട്. 18 മണിക്കൂർ യാത്രയാണ് പറയുന്നത്. ജപ്പാൻ്റെ ഇത് നിൽക്കുന്നുണ്ടോ കൊടി. നമുക്ക് ഒരുപാട് ടൊലയ്ക്കാൻ പറ്റില്ല കേട്ടോ വണ്ടി. കാരണം എന്നിട്ട് ഏറ്റവും ബാക്കിലിരിക്കുന്ന ലോഡ് ഇച്ചിരി പൊക്കത്തിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എടുത്ത് ഒലച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി കൂടെ പെടന്നങ്ങ് പോകും. അങ്ങനെ ചെറിയൊരു പണിയും കൂടെ ഈ ലോഡിനുണ്ട്. മറ്റേ റോഡിലെ മരമില്ലേ, മരം വെട്ടുകയും പിന്നെ അതുപോലെ തന്നെ ഈ ഡിവൈഡറിനോട്ടൊക്കെ വണ്ടി വന്ന് ഇടിച്ച് കഴിയുമ്പോൾ തന്നെ ആ ഡിവൈഡർ അവർ പുതിയ ഡിവൈഡർ റീപ്ലേസ് ചെയ്യുന്നതാണ്. അതായത് ഇടി കഴിഞ്ഞിട്ട് അത് വളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ടെമ്പർ പോയി കഴിഞ്ഞാൽ അവരപ്പം തന്നെ അത് റീപ്ലേസ് ചെയ്യും. അതുപോലെ പുറത്തോട്ട് ഈ റോഡിലോട്ട് ശേഖരം നിൽക്കുന്ന മരങ്ങളുണ്ടല്ലോ, അതൊന്ന് വെട്ടി ഒതുക്കി വിടുക. പിന്നെ വേറെ ഉണ്ട് കേട്ടോ, ഇവിടെ എല്ലാ റോഡുകൾക്കും എനിക്ക് ടോളുള്ളതുകൊണ്ട് അത്യാവശ്യം മോശമില്ലാത്ത എമൗണ്ട് റവന്യൂ ഉണ്ട്. കാരണം ഇത്രയും ട്രക്കും കാറും ഒക്കെ പോകണമല്ലോ. എനിക്ക് തോന്നുന്നു അടുത്ത് തന്നെ ഒരു ബ്ലോക്കിനകത്തോട്ട് പോയി കയറുമെന്ന് തോന്നുന്നു. ഈ റൂട്ട് നേരെ ചെല്ലുന്നത് കാസലിലോട്ടാട്ടോ. കാസൽ നമ്മുടെ 7ാം നമ്പറിലോട്ടായിരുന്നു കയറുന്നത്. മഞ്ഞക്കടുക് പാടം. ട്രക്കിന് ഓവർടേക്ക് ചെയ്യാൻ പാടത്തുമില്ല. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ അവനാണെന്നുണ്ടെങ്കിൽ 60-ലിട്ട് ഹൈവേ കൂടെ
നമ്പർ ഹൈവേ. നമ്മൾ വിൻസ്ബർഗ്, അതായത് നമുക്ക് പോകേണ്ടത് മുഞ്ചനിലോട്ട് തന്നെയാണ്. ഇന്ന് ഏകദേശം നമ്മുടെ ഒരു പ്രതീക്ഷ വെച്ചൊരു വണ്ടി മുഞ്ചനൊക്കെ ഓടിച്ചെല്ലേണ്ടതാണ്. ആ ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത്. നല്ല യുണീക്കായിട്ടുള്ള ഒരു കാറ്റാടി മരം. എല്ലാത്തിനും മറ്റേ താഴ്ന്ന സിലിണ്ടർ ടൈപ്പ്. ഇത് നോക്കിയാൽ ടവർ പോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കാറ്റാടിയിലായത് വളരെ നൈസായിട്ടുണ്ട്. ഒരു മതിയായിട്ടുള്ള ഇറക്കമാണ് കേട്ടോ. കാരണം വണ്ടി 90-ലൊക്കെ കയറി പൊക്കളയും. അത്യാവശ്യം നല്ല മതിയായിട്ടുള്ള ഇറക്കമാണ്. ഒരു വോൾവോ കയറി വരുന്നുണ്ട്. അത് മറ്റേ കാറ്റ്പില്ലർ, മറ്റേ ക്യാറ്റിൻ്റെ വണ്ടിയില്ലേ വലിയത്, റോഡ് വർക്കിനൊക്കെ കൊണ്ടുവന്ന സാധനം. അച്ചായം വെച്ചിറക്കും കേട്ടോ, ഒരു രക്ഷയില്ല. 750 ഉള്ളത്. ഇതൊക്കെയാണ് മോനെ മുതൽ. ചേട്ടാ, നമ്മൾ നേരെ വന്ന് ജർമ്മനിലൊരു സ്ഥലത്ത് വന്നിട്ടാ കണ്ടോ. സുരക്ഷിതമായിട്ട് നമ്മൾ തൽക്കാലം ഒരു 45 മിനിറ്റ് റെസ്റ്റ് എടുക്കാനായിട്ട് നിർത്തിയതാണ്. ഇതാണ് സാധനം. ടയറൊക്കെ അത്യാവശ്യം വിരിഞ്ഞ് പോന്നിട്ടുണ്ടല്ലോ. നല്ല ലോഡാണ് കയറിയേക്കുന്നത് കേട്ടോ. വണ്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ തൽക്കാലം 45 മിനിറ്റ് റെസ്റ്റ് കഴിഞ്ഞിട്ട് അങ്ങ് എടുത്തു. ഒരു ചെറിയ മഴ കഴിഞ്ഞ്, ആ മഴ കഴിഞ്ഞിട്ട് ചെറിയൊരു വെയിലടിച്ച് കഴിഞ്ഞപ്പോൾ ക്ലൈമറ്റ് മൊത്തത്തിൽ ഒന്ന് മാറി. ഇപ്പോൾ പുറത്താണെങ്കിൽ ഒരു 16 ഡിഗ്രി ചൂടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജർമ്മനി ഇനിയിപ്പം ഫുള്ള് ഇങ്ങനെ ഒരു സമ്മർ വൈബാണ്. അതായത് ഇങ്ങനെയൊക്കെ പച്ചപ്പും ഹരിതാപകരമായിട്ടൊക്കെ നിൽക്കും. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജർമ്മനി മൊത്തത്തിൽ ഒന്ന് ഓറഞ്ച് ആവും. അതായത് വെൽക്കം വിൻ്റർ, ആ ഒരു പരുവത്തിലോട്ട് പോകും. ചെറിയൊരു വില്ലേജ് ആട്ടോ, നല്ല രസമുണ്ടല്ലോ. ആണ് പുറകിലൊരു ഫോറസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, കുറേ കാട് കണ്ടോ, ഗ്രാമപ്രദേശം.
ഇത് 7ാം നമ്പറിൽ കൂടെ ഓടി നമ്മൾ നേരെ കയറുക 3ാം നമ്പർ എന്ന് പറയുന്ന ഓട്ടോബാനിലോട്ടാണ് കേട്ടോ. ഇപ്പോൾ ഈ മഞ്ഞ കളർ കാണുന്നതുണ്ടോ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില എണ്ണ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണത്. നമ്മൾ ഇവിടുന്ന് നേരെ 3ാം നമ്പറിലോട്ട് കയറി കേട്ടോ. ന്യൂറംബർഗ്, മുൻഷൻ, ഫ്രാങ്ക്ഫൂർട്ട്, സ്റ്റുട്ട്ഗർട്ട്. നമ്മളിപ്പോൾ നമുക്ക് പോകേണ്ട മുൻഷൻ ഡയറക്ഷനിലോട്ടാണ്. പറഞ്ഞില്ല, നമ്മൾ ഒരു പരിധി വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ എന്താ പറയുക, ഇത് നോക്കി ബോർഡുകൾ നോക്കി നമുക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഒരു ബോർഡുകൾ നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ നമുക്ക് ഈ വഴിതെറ്റലൊക്കെ ഒഴിവായി കിട്ടും. ഇത് 3ാം നമ്പർ ഹൈവേ കേട്ടോ. ഇവിടെയുള്ള പ്രശ്നമാണെന്ന് വെച്ചാൽ ഈ ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പഴയ ഓട്ടോബാൻ തന്നെയാണ്, ഡെവലപ്പ് ചെയ്യുകയാണ്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നൊരു റോഡാണിത്. ഈ റോഡിൽ ആകെപ്പാടെ ആസ് എ ഡ്രൈവർ നമുക്ക് ഫേസ് ചെയ്യുന്ന പ്രശ്നം വെച്ചാൽ ഇവിടെ പാർക്കിങ് ഭയങ്കര കുറവായിരിക്കും. അതായത് പാർക്കിങ്ങിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് ഈ റോഡിൽ. അതാണ് ഈ റോഡിലെ ഏറ്റവും വലിയ പ്രശ്നം. ബാക്കിയൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും, പക്ഷെ പാർക്കിംഗ് ഇല്ലാത്തത് ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഇവിടുത്തെ ഈ റോഡിൽ. പക്ഷെ റോഡ് പണി നടക്കുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ബ്ലോക്ക്, ഒരു വല്ലാത്ത ബ്ലോക്കും ഉണ്ട് കേട്ടോ അവിടെ. അതും ഒരു പ്രശ്നമാണ് ഇവിടുത്തെ. ഇതുണ്ട് അവിടെ എന്തോ ഒരു പ്രശ്നം നടന്നിട്ടുണ്ട് കേട്ടോ. എന്തോ നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും റോഡിലോട്ട് എന്തോ ഒരു പ്രശ്നം നടന്നിട്ട് പോലീസ് വണ്ടി എൻ്റയർ വണ്ടികൾ ബ്ലോക്ക് ചെയ്തിരിക്കാണ്ട. അതായത് ഒരു പോലീസ് വണ്ടി ഇങ്ങനെ ഫ്രണ്ടിൽ വരും, അത് നല്ല രസം കേട്ടോ അത് വരുന്ന കാണാനായിട്ട്. വേണ്ട, അവനിങ്ങനെ പയ്യെ പോവും, ബാക്കി വണ്ടികൾ അതിനെ ഫോളോ ചെയ്ത് പയ്യെ പോവും. 9ാം നമ്പറിലോട്ട് കയറും കേട്ടോ. 9ാം നമ്പറിലോട്ട് കയറുന്നത് ഈ വഴിക്കാണ്. നേരെ വന്നിട്ട് ഇപ്പോൾ 3ാം നമ്പറിൽ കൂടെ വന്നു. നേരെ ന്യൂറംബർഗ്, മുൻഷൻ, ഹിലിബ്രോൺ, ന്യൂറംബർഗ് ഇതൊക്കെ ഈ റൂട്ടിലാണുള്ളത്. ഇവിടുന്ന് നേരെ തിരിഞ്ഞ് വന്ന് പ്രാഗ്, നമ്മുടെ ചെക്ക് റിപ്പബ്ലിക് ആണ് കേട്ടോ. ഇങ്ങനെ നേരെ തിരിഞ്ഞ് നേരെ ആ റോഡിൽ കൂടെ കയറി അങ്ങ് പോകും. നമ്മളിവിടെ നിന്ന് നേരെ ഇവിടെ ഒരു ചെറിയ റോഡ് പണിയൊക്കെ നടക്കുന്ന സ്ഥലം കേട്ടോ. ഇവിടുന്ന് ഈ വണ്ടികളെല്ലാം കൂടെ ഇവിടുന്ന് വന്നിട്ട് നേരെ നമ്മുടെ ഈ 9ാം നമ്പറിലോട്ട് ജോയിൻ ചെയ്യും കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ ജോയിൻ ചെയ്ത് പിന്നെ ഒരുമിച്ച് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ 3ൽ നിന്ന് വന്ന് 9 ചാടി, അത് അവിടുന്ന് തന്നെ, അതായത് ബെർലിനിൽ നിന്ന് വരുന്ന വണ്ടികളാണ് ഈ ലൈനിലോട്ട് വരിക. പിന്നെ ഇവിടുന്ന് 9 മുഞ്ചം വരെ 9ആണ്. മുഞ്ചൻ അല്ല കേട്ടോ പറയാം, മ്യൂണിക് എന്ന് പറയും. നമ്മൾ മുഞ്ചൻ എന്ന് പറഞ്ഞ് അങ്ങനെ, അതാണ് മ്യൂണിക്. നമ്മളത് അങ്ങനെ നേരെ 9ാം നമ്പറിൽ കൂടെ ഓടി നേരെ വിട്ടുപോകാം. ന്യൂറംബർഗ് സൈഡിൽ കൂടെ വെച്ചലക്കാണ് കേട്ടോ. നേരെ നമുക്ക് ചെല്ലാനുള്ള മുഞ്ചനാണ്, മ്യൂണിക്കാണ്. മ്യൂണിക്ക് ചെന്നിട്ട് മ്യൂണിക്കിന് മുന്നേ നമ്മൾ എവിടെയെങ്കിലും റെസ്റ്റ് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. 9 മണിക്കൂറോ 11 മണിക്കൂറോ എടുക്കാമെന്ന് കരുതിയിട്ടായിരിക്കുന്നത്. മണിയായില്ലേ? 7 മണിയായി. അതുകൊണ്ട് ഒരു പാടത്ത് കൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത്. ഇവിടെ ഇതൊക്കെ സ്ഥിരം കാഴ്ച കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സൂര്യൻ അസ്തമിക്കുന്ന വരെ അവരതിനകത്ത് കാണും. ഒറ്റത്തവണ വിത്ത് വിതച്ചങ്ങോട്ട് ഇടും, പിന്നെ അതങ്ങ് എടുത്ത് കയറും. വളമൊക്കെ ചെയ്യും, ഫുൾ മെഷീൻ പരിപാടിയാണ്. നമ്മളങ്ങനെ മ്യൂണിക്ക് അടുക്കാറായി. നമ്മൾ ആ സ്ഥലത്തോട്ട് എത്തി. നമുക്ക് പാർക്കിങ്ങിലോട്ട് ഏതാണ്ട് ഒരു 40 കിലോമീറ്ററാണ് നമ്മുടെ ഒരു പാർക്കിങ്ങിലോട്ട് റീച്ച് ചെയ്യാനായിട്ടുള്ളത്. പക്ഷെ പാർക്കിങ്ങിൽ ഇട കാണുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്നിരുന്നാലും അവിടെ കയറി പറ്റിയാൽ അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടെന്ന് കൂട്ടാം. നമ്മൾ നേരെ പോകുന്നത് മ്യൂണിക്ക് ടൗണിലോട്ടാണ്. നമ്മൾ അവിടുന്ന് നേരെ തിരിഞ്ഞ് 99ാം നമ്പർ എന്ന് പറയുന്ന ഒരു റിംഗ് റോഡാണിത്. നേരെ ഈ റിംഗ് റോഡിൽ കൂടെ കയറി നമ്മൾ നേരെ മ്യൂണിക്ക് ടൗണിനെ ഇങ്ങനെ വട്ടം ചുറ്റിപ്പോകും. അതിനകത്തോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ലോകമാണെന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത്. പോയ ഡ്രൈവർമാരുടെ അഭിപ്രായമാണ് കേട്ടോ.